അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൽ 1ാമത്തെ ഭാഗത്തിലെ 4ാമത്തെ ഭാഗം അന മശ്ഹൂറുൻ ജിദ്ദ്, ഞാൻ വളരെ തിരക്കിലാണ് എന്ന പാഠത്തിന്റെ മലയാളം അർത്ഥം അറബി മലയാളത്തിൽ എഴുതിയിട്ടില്ല, മലയാളത്തിലാണ് എഴുതി. പഠിക്കാൻ വേണ്ടി എഴുതിയതാണ്, എഴുതാനല്ല. മുബാറക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹസൻ മഴി മുബാറക് എന്ന് പറഞ്ഞ ആള് ഹസൻ എന്ന വ്യക്തിനോട് സലാം പറയും. അപ്പോ ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. ഫോണിലൂടെയുള്ള സംസാരമായതുകൊണ്ടാണ് ഹസനാണോ കൂടെയുള്ളത് ഫോണ് സംസാരിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കില്ല, ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ ഹലോ എന്നൊക്കെ പറയില്ലേ, ആലോചിക്കൂലേ. അതേപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹസൻ മാഴി, ഹസനാണോ എന്റെ കൂടെ? അപ്പൊ ഹസൻ സലാം അടക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അതെ, ഹസനാണ് തന്നെയാണ് നിങ്ങളെ കൂടെയുള്ളത്. കൈഫ ഹാലുക്, നിനക്ക് എങ്ങനെയുണ്ട്, സുഖാണോ? മുബാറക് ബിഖൈർ അൽഹംദുലില്ലാഹ്, സുഖാണ്. ഉരീദു മുഖാബലതക ഗദൻ, എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം, കൂടിക്കാഴ്ച നടത്തണം എന്നുണ്ട്. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, മുഖാബലതക നിന്നോട് കൂടിക്കാഴ്ച നടത്താൻ നാളെ. ചുരുക്കി പറയും, നിങ്ങൾ പറയും. അപ്പൊ ഹസൻ പറയാം, അഫൂവൻ ക്ഷമിക്കണം, അന മശ്ഗൂലുൻ ഹാദിൽ ഉസ്ബൂ, ഈ ആഴ്ച ഞാൻ തിരക്കിലാണ്. അദ്ഹബു ഇലൽ മക്തബി, ഞാൻ ഓഫീസിലേക്ക് പോകും. യൗമൽ അഹദി, ഞായറാഴ്ച. വൽ ഇസ്നൈൻ, തിങ്കളാഴ്ച. വസലാസ, ചൊവ്വാഴ്ച. വൽ അർബിഅ, ബുധനാഴ്ച. വൽ ഖമീസ്, വ്യാഴാഴ്ച. 1, 2, 3, 4, 5 ദിവസം ജോലിയുണ്ട്. മുബാറക് മാതാ തഫ്അൽ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച എന്താ പണി? വെള്ളിയാഴ്ച നീ എന്താണ് ചെയ്യുന്നത്? ഹസൻ ഹുവ യൗമുൽ ഉത്ല, അത് അവധി ദിവസമാണ്. ലിസ്വലാത്തിൽ ജുമുഅ, ജുമുഅ നിസ്കാരത്തിനും. വലിസ്തിറാഹത്തി മഅൽ ആയില, കുടുംബത്തോടൊപ്പം വിശ്രമിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് വെള്ളിയാഴ്ച. മുബാറക് മാ അമലുക യൗമ സബ്തി, ശനിയാഴ്ച നിനക്ക് എന്താണ് ജോലി? ഹസൻ അദ്ഹബു ഇല സൂഖ് വഅശ്തരി ലവാസിമൽ ബൈത്ത് വഅസൂറുൽ അസ്തിഖാ, ഞാൻ മാർക്കറ്റിൽ പോവുകയും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുകയും കൂട്ടുകാരെ സന്ദർശിക്കുകയും ചെയ്യും. അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയേക്ക്, മാർക്കറ്റിലേക്ക് പോകും. വഅശ്തരി ലവാസിമൽ ബൈത്ത്, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങും. വഅസൂറുൽ അസ്തിഖാ, കൂട്ടുകാരെ സന്ദർശിക്കുകയും ചെയ്യും. മുബാറക് പറയാം, അൻത മശ്ഗൂലുൻ ജിദ്ദൻ, നീ വളരെ തിരക്കിലാണല്ലോ. ഹസൻ ഞാൻ ഇൻഷാ അല്ലാഹ് നതഖാബലു മസ്അ യൗമുൽ അഹദ്, അതെ നല്ല തിരക്ക് ഇൻഷാ അല്ലാഹ്. വാനത്ത് അല്ലാഹ് ഉദ്ദേശിച്ചാൽ ഇൻഷാ അല്ലാഹ് തബറക്കിന് വേണ്ടി പറയണമാക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം കാണാം. എന്തും അല്ലാഹ് ഉദ്ദേശിക്കാൻ നമുക്കുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയണം, നല്ല ശീലാണത്. നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം കാണാം. അസ്സലാമു അലൈക്കും മുബാറക്, ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നന്ദി. ഹസൻ അഫ്വൻ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സാരമില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ സംഭാഷണങ്ങൾ നമ്മൾ നടത്തണം. ഫോണിലൂടെ ആണെങ്കിലും കൂട്ടുകാരോടൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കണം. തെറ്റിക്കോട്ടെ, അങ്ങനെ നമ്മൾ സംസാരം പഠിക്കണം.
നമ്മളുടെ ബുദ്ധി വികാസമാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. എത്രയോ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊച്ചു കൊച്ചു വാചകങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ജിസിക്ക് എന്താ പറയുക, ഒരാൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എന്താ വാലൈക്കും അസ്സലാം പറഞ്ഞാൽ മതിയോ, എങ്ങനെയാ പറയാ എന്നുള്ളതൊക്കെ ഈ പാഠം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ യുക്തിക്കനുസരിച്ച് ഈ പാഠവുമായി ബന്ധപ്പെടുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചറബേ നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങളെ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാഹ്. മരണപ്പെട്ടവരെ ഖബർ നീ സ്വർഗാക്കണേ അള്ളാഹ്. ഞങ്ങൾക്കെല്ലാം നിന്റെ ഇഷ്ടത്തിനായി നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അള്ളാഹ്. ഞങ്ങളെ നല്ലവരാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും.